ഹായ് ഹായ് അപ്പോൾ രാവിലെ തന്നെയാണ് കേട്ടോ ഹായാക്കാൻ പഠിച്ചു, ടാറ്റാക്കാൻ പഠിച്ചു, അങ്ങനെ ചെറിയ ചെറിയ എന്തെല്ലാം പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ രാവിലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ചെറുങ്ങനെ തണുപ്പ് പിടിച്ചിട്ട് കൂട്ടെല്ലാം മാറിയിട്ടുണ്ട്. നല്ല രസമുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്ന എല്ലാവർക്കും. അതെ ಎಲ್ಲರಿಗೂ ಕನ್ನಡത്തിൽ ಹೊಸ ವರ್ಷದ ಆರ್ಥಿಕ ಶುಭಾಶಯಗಳು. ಹೊಸ ವರ್ಷದ ಆರ್ಥಿಕ ಶುಭಾಶಯಗಳು. നമ്മുടെ എല്ലാവർക്കും പുതുവത്സരാശംസകൾ. അപ്പോൾ കഴിഞ്ഞ വർഷം കുറേ സന്തോഷങ്ങൾ. നമ്മളെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തെ വർഷം പിന്നെ വാവ് വന്നു. 25 വാവ് വന്നത് കണ്ടു. ഏറ്റവും വലിയ സന്തോഷം കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ അതുപോലെ തന്നെ കുറേ സങ്കടങ്ങളും പുതുവർഷം എല്ലാവർക്കും നല്ല സന്തോഷത്തിൻ്റെ വർഷമാകട്ടെ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അല്ലേ? ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ. കഴിഞ്ഞത്തെ വർഷം നമുക്ക് സന്തോഷം ഉണ്ടായിട്ടുണ്ടാവും, സങ്കടം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഈ വർഷം നമുക്ക് എല്ലാവർക്കും നല്ല സന്തോഷം ഉണ്ടാവട്ടെ മക്കളെ. അപ്പോൾ കഴിഞ്ഞ കാലത്തൊന്നും നമുക്ക് ഈ ന്യൂ ഇയർ എന്നൊന്നും പറഞ്ഞിട്ട് അറിയില്ല. അങ്ങനത്തെ ഒരു കഥയെ നമുക്കൊന്നും അറിയയില്ല. ഇപ്പോഴുള്ള കുഞ്ഞുമക്കളെല്ലാം വളരുമ്പോഴേക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നത്. അതുകൊണ്ട് അതിൽ നമുക്കും പങ്കുചേരാം. ഹായ്, മെമ്മോറിക്കല്ലേട്ടാ. അപ്പോൾ എല്ലാവർക്കും പുതുവത്സരാശംസകൾ. ഹാപ്പി ന്യൂ ഇയർ. ചേച്ചി ഹാപ്പി ന്യൂ ഇയർ. ബാ പറഞ്ഞിട്ട് വാ. ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. ഹാപ്പി ന്യൂ ഇയർ. കർണാടകത്തിൽ ಹೊಸ ವರ್ಷ ശുഭാശയങ്ങൾ, ആർത്തിക ശുഭാശയങ്ങളും. പീടിന്ന് ആടിയാണ് കേട്ടോ, ചപ്പ് പരത്തി ആട. ന്യൂ ഇയറിന്റെ അയല ഇട്ടുന്നുണ്ട് കേട്ടോ കവി. പുതിയ വർഷത്തെ പുതിയ അയൽ. ഇനി ഇന്ന് എന്ത് ചെയ്താലും ഇല്ലേ അത് ആദ്യത്തെയാണ്. അതാദ്യം അങ്ങനെ തന്നെ ഉണ്ടാവും, പിന്നെ എല്ലാം പഴയ വർഷം പോലെ തന്നെയാന്ന്. ഇത് കൊല്ലങ്ങൾ മാറുന്നുണ്ടെന്നേ ഉള്ളു, വേറെ മാറ്റുന്ന വയസ്സ് കൂടും, അത്രേ ഉള്ളു. പിന്നെ ഒരു പുതിയ നമ്മളെന്താക്കുന്നറിയാം, പുതിയ പുതിയ നമുക്കെന്തെങ്കിലും ഈ ഇപ്പം നമ്മൾ ജിമ്മിന് പോകാൻ വേണ്ടി തുടങ്ങും പുതിയ വർഷത്തിൽ. ആദ്യത്തെ എല്ലാം ഈ വർഷം പുതിയ വർഷത്തിൽ പുതിയ എന്തെല്ലോ മാറ്റം വരുന്നുണ്ടെങ്കിലും വേണ്ടി തുടങ്ങും. ഒരു 3-4 ദിവസം ഉണ്ടാവും, പിന്നെ അടുത്ത വർഷം പുതിയ മാറ്റങ്ങളുമായി നമ്മൾ ആദ്യം വരും അല്ലേ. നമ്മളെ വീട്ടിൽ മീൻ മേടിക്കാൻ പോകുന്ന സീനായത് കേട്ടാ. മീനാൾ മുന്നിൽ ഓടിയേട്ടാ. എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം? നല്ല തന്നെ. കഴിഞ്ഞ വർഷം എനിക്കും ഭയങ്കര സന്തോഷമല്ലേ? സന്തോഷം, ഹാപ്പി. പാവ് വന്നല്ലേ, പുതിയൊരു മോളെല്ലാം വന്നു. ഈ വർഷവും നല്ല നല്ല സന്തോഷങ്ങൾ നൽകട്ടെ. എല്ലാവരും ആശംസകളും. ഈ 2025 നമ്മളെ യൂട്യൂബ് ചാനലിൽ 80 മില്യണോടുള്ള വലിയൊരു കുടുംബമായി മാറിയിരിക്കുമെന്ന് എല്ലാവർക്കും നമ്മളെ കുടുംബത്തിൻ്റെ നന്ദി അറിയിക്കുന്നു. നമ്മളെല്ലാവരും കൂടി ഉള്ളൊരു കുടുംബമായത് നമ്മളത് മാത്രമല്ല, നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് എത്താൻ പറ്റിയത്. എല്ലാവരുടെ അടുത്തും ഞങ്ങൾ കുടുംബത്തിൻ്റെ നന്ദി അറിയിക്കുമെന്ന്. അതുപോലെ തന്നെ നമ്മളെ യൂട്യൂബ് അറിയിച്ചിട്ടുണ്ടായി നമ്മളെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പുള്ള ഏറ്റവും വലിയ ഒരു ചാനലായിട്ട് നമ്മളെ മാറിയെന്നിട്ട് യൂട്യൂബ് ഇപ്പോൾ അടുത്ത് 2025 ലാസ്റ്റ് നമ്മളെ അറിയിച്ചു. അതുപോലെ തന്നെ വേൾഡിലെ മിസ്റ്റർ ബീസ്റ്റിൻ്റെ ചാനലിൻ്റെ ആ ഒരു ഇതിൽ നമ്മളെ ചാനൽ വ്യൂവർഷിപ്പുള്ള ചാനലായി മാറി. അങ്ങനെ അവരറിയിച്ചപ്പോൾ നമ്മൾ അറിയുന്നത് അതിൽ ഭയങ്കര സന്തോഷം. ഇത്രയും ചെറിയൊരു ചാനൽ, നമ്മളെ ചെറിയ ചെറിയ ഇത് ഇത്ര വലിയ ചാനലുകളെ ഒപ്പം എത്തുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊരിക്കലൊന്നും വിചാരിച്ചല്ല എന്ന് നിങ്ങളെല്ലാവരും നമ്മളെ കൂടെ നിന്നുകൊണ്ടാണ്. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ നമുക്ക്. അതുപോലെ തന്നെ നമ്മളെ സുഹൃത്ത് ഇന്നലെ ഒരു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ 80 മില്യൺ ആയതിൻ്റെ സന്തോഷത്തിൽ മുറിക്കാൻ വേണ്ടിയിട്ട് മോൻ കേക്കും കൊണ്ട് വന്നിട്ടുണ്ട്. ഷെമി മരുമക്കള് പറഞ്ഞേ. ഞങ്ങള് കഴിഞ്ഞ വർഷം ജനുവരി 5-ാം തീയതിയാണ് ഇനാഗ്രേഷൻ ചെയ്തതിന് കേക്ക് ഹബ് ചക്കരക്കല്ല്. അപ്പോൾ ഈ വർഷം ഇന്ന് 2-ാം തീയതി ഷെമിയിൽ വീട്ടിലെത്തിയിട്ടുണ്ട്. 80 മില്യൺ കൂടി ആയതുകൊണ്ട് രണ്ടും കൂടി ഒന്നിച്ചിട്ട് ചെയ്യാന്ന് വെച്ച്. ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. ഹാപ്പി ന്യൂ ഇയർ. കഴിഞ്ഞ കൊല്ലം നമ്മളെ ഉദ്ഘാടനത്തിന് പോയിനി, അതുകൊണ്ടാ മോൻ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞേ. എന്ത് പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ അതിലെക്കൂടെ വരുമ്പം പറയും നമുക്കത് അവിടെ കയറാ മോനേന്ന്. എങ്ങനെയാ? അപ്പൊ നമ്മള് അതിന് ശേഷം നമ്മള് വെഡിങ് അമ്മേന്റെ ബർത്ത്ഡേ ഒക്കെ അല്ലേ, അമ്മേന്റെ ബർത്ത്ഡേ ഷെമിയിൽ എടുക്കുന്നതിന് അതിന്റെ സൗകര്യം എല്ലാം അടിയുണ്ട്. അപ്പം
താങ്ക് യു മച്ചാൻ. താങ്ക് യു സോ മച്ച്. പറഞ്ഞേ. നമ്മളെ ഒരു പുതിയ പ്രീമിയം കേക്ക്സ് ആണ് ഇത്. നമ്മളെ പ്രീമിയം ഡെസേർട്ട് കേക്കാണ്, ചോക്കോ മാൾട്ടീസ് എന്ന് പറഞ്ഞിട്ട്. ഏറ്റവും കൂടുതൽ കസ്റ്റമർ എൻക്വയറി ഉള്ള കേക്കാണ്. ഇതെന്നാണ് കേക്ക്? പിന്നെ ഇത് നമ്മളെ പ്രീമിയം ലേസി വാനില എന്ന് പറഞ്ഞ ഫ്ലേവറാണ്. ലേസി വാനില എന്നൊരു കേക്കാണ്. നിങ്ങളിത് കഴിച്ചു നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും പറയണം. നമ്മളിപ്പോ ഡ്രീം കേൾക്കുന്ന പോലെ തോന്നുന്നു. ഡ്രീം കേക്കിൻ്റെ ഒരു പുതിയൊരു ഐറ്റം. ഡ്രീം കേക്കിന് ശേഷം നമ്മൾ ആദ്യം നമ്മളതായ ട്രെൻഡായിട്ട് ഇറക്കിയ സാധനമാണ് ചോക്കോ മാൾട്ടീസ്. ഡ്രീം കേക്ക് ചോക്ലേറ്റിലുണ്ടാവുക, ഇത് വൈറ്റിലാണ് വരിക. പിന്നെ നമ്മളെ ഫോറിൻ ചോക്ലേറ്റ് മാൾട്ടീസിനൊക്കെ കൊണ്ട് ഒരു സ്പെഷ്യലായിട്ട് ചെയ്യുന്നതായിട്ടാണ്. നമ്മളെ ഒരു സുഹൃത്തുക്കൾ ഇപ്പം ബസ്സിൽ പണിയെടുക്കുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ആ ബസ്സിന്റെ കാര്യങ്ങൾ പറയും, സിനിമേന്റെ കാര്യങ്ങൾ പറയും. കേക്കിന്റെ വേണ്ടി ഫുൾ കേക്കുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും സന്തോഷം, കേക്കിനെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെന്നാൽ ഇവിടുന്ന് വിടുന്നത് നമുക്ക് കുറച്ച് ചെറിയ പണിയുണ്ട്. അപ്പോൾ നിങ്ങളേതായാലും നോക്കി കട്ട് ചെയ്തിട്ട് ഏതായാലും കുറച്ച് അതിൻ്റെ ഫീഡ്ബാക്ക് നമ്മളോട് പറയണം. തീർച്ചയായിട്ടും കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒന്നും കൂടി ക്ഷണിക്കുമെന്ന് നിൽക്കുന്നില്ലെന്ന് പറയുന്നത്. മുത്തിന്റെ പേര് അഹിൽ അഹിൽ. റസൽ 10ാം ക്ലാസ്സിൽ, അഞ്ചില്. നമ്മളെ ഋത്തിക്ക് 4-ലെത്തിയിട്ടുണ്ട്. ഋത്തിക്ക് കേക്ക് കണ്ടിട്ട് സന്തോഷായി. നമുക്ക് മുറിക്കാം. ലോ പറയുന്നില്ല, ഓൻ്റെതായ ഭാഷയിൽ നമുക്കൊന്നും തിരിയുന്നില്ല. അപ്പൊ എന്നാല് എല്ലാവരും എത്തി, നമുക്ക് എന്നാ മുറിക്കാം. കേക്ക് ഇതായിട്ടാ കൊണ്ടുവന്ന കേക്ക്. മുകളിൽ കുത്തുകുത്തായിട്ടും കാണുന്നുണ്ട്. ഇതൊരു സ്പെഷ്യൽ കേക്കാന്നാ പറഞ്ഞത്. 80 മില്യൺ 80 എന്ന് എഴുതിയിട്ടുണ്ട്. ഹാപ്പി ന്യൂ ഇയർ. 80 മില്യൺ. നമ്മളെ കുടുംബത്തിന്റെ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളെ സന്തോഷം കേക്ക്. നമ്മളൊരു സന്തോഷം, നമ്മള് മധുരം നമ്മളൊന്ന് മാറ്റി വെക്കുമെന്ന്. പിന്നെ നമ്മളെ കൂടെയുള്ള ഇപ്പൊ അടുത്തില്ലാത്ത സുഹൃത്തുക്കളെല്ലാവർക്കും വേണ്ടി നമ്മളൊരു ഇഷ്ടം മാറ്റി വെക്കുമെന്ന്. ആയിട്ട് എന്റെ പൊന്നും കേക്ക് വെച്ചിട്ടാ. ഇവന്റെ ബർത്ത്ഡേ കേക്ക് ഇനി വരുന്നുണ്ട് അടുത്ത മാസം. നമുക്ക് ഇഷ്ടപ്പെടുന്നു അല്ലേ? കേക്ക് നല്ല വെറൈറ്റി ആണല്ലേ? നമ്മൾ ഇതുവരെ കഴിക്കാത്തൊരു. താങ്ക് യു ഷെമി. അതെ, ഷെമിയൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കേക്ക്. അപ്പോൾ നിങ്ങൾ മറ്റേതും കൂടി നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ ഡ്രീം കേക്കിന്റെ അത് വേറൊരു ടേസ്റ്റാണ്. ഇത് വൈറ്റ് ഇതടിക്കുന്നതാണ്. വൈറ്റ് അടിയിൽ അത് ചോക്ലേറ്റിന്റെ ഇതാണ്. ആ, എന്ത് വർഷങ്ങള് ചോക്കോ മാൾട്ടീസ് അല്ലേ? ചോക്കോ മാൾട്ടീസ്. അപ്പോൾ ഏച്ചിക്ക് കൊണ്ടുകൊടുക്കാൻ വന്നേ കേട്ടോ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. കഴിച്ചോളൂ. ഞാനായിട്ടാ ന്യൂ ഇയറിൽ ആദ്യത്തെ നോണം ഞാൻ ആക്കുന്ന പോലെ ഇല്ലേന്ന് പറയാൻ മതിയാ. ഞാൻ ആക്കുന്ന അത്രയും ഉണ്ടോന്ന് ചോദിക്കാൻ മതിയാ. നീ ആക്കുന്ന പോലെ ഉണ്ട്. എന്തായാലും പറഞ്ഞല്ലേ, മോഹിപ്പിച്ചല്ലേ അല്ലേ? ഇത് വേറൊരു സാധനമുണ്ട്. നമുക്കിപ്പം 2026 നമ്മൾ കാലെടുത്ത് വെച്ച് കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും നല്ലതും മോശമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ടാവാം. ഇനി നമുക്ക് നല്ല ഒരു വർഷമായിരിക്കട്ടെ 2026. പിന്നെ ഞാൻ 2025 ഒരു പാട്ട് പാടിയിട്ടുണ്ടായിന്. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞു വീണ രാഗം കടലിനിക്കരെ, ഓർമ്മകളെ നിന്നെയോർത്തു പിടയുന്നു ഞാൻ, നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു കരയുന്നു ഞാൻ. ആ പാട്ട് ശരിക്കും ഇതാവട്ടെ, കാരണം കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ. ഇനി നല്ലൊരു വർഷമായി തീരട്ടെ എല്ലാവർക്കും എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ അന്ന് കവിത ഒരു പാട്ട് പാടിയിരുന്നു അമൃത ടിവിന്റെ പരിപാടിക്ക് പോയ സമയത്ത്. അപ്പൊ ആ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിൽ സന്തോഷാട്ടാ. അപ്പൊ പുനീത് രാജ്കുമാറിന്റെ സിനിമയിലെ പാട്ടാണ്. പാട്ട് എന്ന് പറഞ്ഞാൽ തന്നെ ആ പാട്ട് പാടുമ്പോ എല്ലാം നമുക്ക് പുനീതേട്ടനെ നമുക്ക് ഓർമ്മിക്കാൻ പറ്റുന്നുണ്ട്. അതാണ് ഞാൻ ഇടക്കിടക്ക് ആ പാട്ട് പാടുന്നത്. അപ്പൊ ഇത് നമ്മളിപ്പോ കർണാടകത്തിൽ പോയാൽ പൊന്നമേനടുത്ത് ഈ അമൃത ടി വി പാടിയ പാട്ട് കേൾപ്പിച്ചിനാണ്. അപ്പൊ അമ്മ അത് കേട്ടാൽ ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടാണ്. അത് അന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തില്ല. നമുക്ക് ഇപ്പൊ കാണിക്കാം, കണ്ടിട്ട് വരാം. നമുക്കിത് അറിയാമോ, വൈറലായിട്ടുള്ള ഒരു കന്നഡ പാട്ടുണ്ട്. ആ കന്നഡ പാട്ട് പാടണ്ടേ? അത് പാടാതെ പോകാൻ പറ്റൂല്ലേ?
കേരള കർണാടക തന്നെ ഊട്ടി ഉറപ്പിച്ചത് ആ പാട്ടാണെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ തീർച്ചയായും ഞാൻ പോട്ടെ. ಬೊಂಬೆ ಹೇಳುತ್ತೈತೆ ಮತ್ತೆ ಹೇಳುತ್ತೈತೆ ನೀನೇ ರಾಜಕುಮಾರ ಹೊಸ ಕನಸೊಂದು ಹೊಸಿಲಿಗೆ ಬಂದು ಬೆಳಗಿದ ಮನೆಯ ಮನದಳ ಹಿಂದು ಆರಾಧಿಸುರಾಜರತ್ನನ್ನು ಆಡಿಸಿಯೇ ನೋಡು ಬೀಳಿಸಿಯೇ ನೋಡು ಎಂದು ಸೋಲದು ಸೋತು ತಲೆಯ ಬಾಗದು ಬೊಂಬೆ ಹೇಳುತ್ತೈತೆ ಮತ್ತೆ ಹೇಳುತ್ತೈತೆ ನೀನೇ ರಾಜಕುಮಾರ. സൂപ്പർ ഉണ്ട് മോള് പാടി നല്ല പാട്ട് സൂപ്പർ നല്ല പാടിന്. അങ്ങനെ സ്റ്റേജിൽ പോയിട്ട് എൻ്റെ കുട്ടി പാടിയത് നോക്കുമ്പോൾ വയറെല്ലാം നിറഞ്ഞ് എനിക്ക് അന്നെങ്കും പാട്ട് കച്ചേരി അല്ലേ അത്. പിന്നെ ഈ പാട്ട് പൊതുവെ ഈ ഗൊംബെ ഏലുത്തൈത്തെ പാട്ട് നമ്മളുടെ കർണാടകത്തിൽ പുനീത് രാജ് സാർ കുമാറിന്റെ പാട്ട്. പിന്നെ പുനീത് രാജ് പറഞ്ഞാൽ തന്നെ ഈ പാട്ട് എവിടെ പാടിയാൽ അതൊരു സെന്റിമെന്റ് വേറെ. അപ്പൊ അങ്ങനത്തെ പാട്ടിനെ തെരഞ്ഞെടുത്തതിൽ വളരെ സന്തോഷം. ഇഷ്ടപ്പെട്ട പാട്ട് അത് നല്ല ഇഷ്ടപ്പെട്ട പാട്ട്. അവിടെ എല്ലാം വന്നിട്ട് കേരളത്തിൽ പറഞ്ഞതിന് എൻ്റെ പെണ്ണിന് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ സൂപ്പർ സൂപ്പർ. ഈ പാട്ട് വേറെ ഇനി ഏതേ പാട്ട് എടുത്താലോ ഇത് നമുക്ക് പറയാൻ പാക്കൊന്നുമില്ല. ഈ പാട്ട് നമ്മളുടെ കർണാടകത്തെ സെന്റിമെന്റ് ആയിട്ടുള്ള പാട്ട്. അതെ. അവളോട് പാട്ട് പാടാൻ പറഞ്ഞപ്പോ തന്നെ അവള് പാടി. എന്നോട് ആദ്യം പറഞ്ഞു നിർബന്ധിക്കരുത് ചോട്ടോ അവനൊക്കെ ആവലാനും പറഞ്ഞു. പക്ഷെ ശരത് സാർ അടുത്ത വലിയ പാട്ട് ഉണ്ടാക്കുന്ന ഞാനൊരു പാട്ട് പറഞ്ഞിട്ടുണ്ടായല്ലേ ಮೊನ್ನೆ ಅವ್ರನ್ನ ಅಚ್ಚಂಡೆ ಪಾട്ട്. ಆಗದು ಕೆಲಸವು ಕೈ ಕಟ್ಟಿ ಕುಳಿತರೆ ಸಾಗದು ಕೆಲಸವು ಮುಂದೆ ಸಾಗದು ಕೆಲಸವು ಮುಂದೆ ಮನಸ್ಸೊಂದಿದ್ದರೆ ಮಾರ್ಗವಂತೆ ಮನಸ್ಸೊಂದಿದ್ದರೆ ಮಾರ್ಗವಂತೆ ಆಗದು ಕೆಲಸವು ಮುಂದೆ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് രാജ്കുമാർ സാറിന്റെ പാട്ട്. കവിത പാടിയിട്ടില്ല അവരുടെ മകനായ പുനീത് രാജ്കുമാർ സാറിന്റെ പാട്ട്. നല്ല പാട്ട്. അവരുടെ എല്ലാം മുമ്പത്തെ അവരുടെ പഴയ പാട്ടുകളെല്ലാം നല്ല അർത്ഥമുള്ള പാട്ട് മോനെ. അതെല്ലാം പാടിയാൽ നല്ലതാ അവിടെ. അങ്ങനെ ഒരു അവസരം കിട്ടിയ തന്നെ നമുക്ക് വലിയ ഭാഗ്യം. ഇത്രയും വലിയ ആൾക്കാരെ മുന്നിൽ പാടാൻ പറ്റി. ആ പാട്ട്. അപ്പോൾ ആ പാട്ട് ഞാൻ ഏടെല്ലോ പാടിനെ. പക്ഷേ എനിക്കൊന്നത് എത്ര സ്റ്റേജ് പാടിയെന്ന് അറിയില്ല. പക്ഷേങ്കിൽ ആരെങ്കിലും പോയി പാടിയാറാണ് ആ ഒരു പാട്ട് പാടിയാറാ എനിക്ക് ഒരുപാട് ആൾക്കാർ എല്ലാവരും കണ്ടിട്ട് ഇതുപോലെ പറഞ്ഞുതരാം. ഭയങ്കര ഒരു ഫീലുള്ള പാട്ടാ പാട്ട്. അതെ. പിന്നെ നമ്മളന്ന് കർണാടകത്തിൽ പോയാലും കവിൻ്റെ മണിയാട്ടൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു സ്ഥലം കൊടുക്കുന്നത് പരിചയപ്പെടുത്താൻ പറ്റും. അത് അന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അതും കൂടി ഉൾപ്പെടുത്താം. ഞാൻ വിട്ടുപോയി. അന്ന് കുറച്ച് വീഡിയോ എന്നുകളിലുണ്ട് നിർത്തി. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ആർക്കെങ്കിലും കൊടക് ഭാഗത്ത് അങ്ങനെ എന്തെങ്കിലും സ്ഥലമോ അങ്ങനെ എന്തെങ്കിലും ആവശ്യം നോക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് നമ്പറും കാര്യം നമ്മൾ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ഒന്ന് വാച്ച് ചെയ്തോ എന്നിട്ടൊന്ന് മണിയാട്ടനായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അതെ. അപ്പോൾ വാവ ഉറങ്ങിയ കൊണ്ട് ഞാൻ കീഞ്ഞിട്ടില്ല. അപ്പോൾ അവർ എന്തോ ഗിഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും കൂടി ഇറങ്ങുന്നതാണ്. എന്താ പറഞ്ഞെങ്കിൽ ഇത് SLN കാരൻ്റെ തന്നെയല്ല യെല്ലോ പ്രോപ്പർട്ടി. അപ്പോൾ SLN കാരൻ്റെ പ്രോപ്പർട്ടീനെ കാണാൻ വരുമ്പോൾ അവരുടെ തന്നെ കമ്പനീൻ്റെ ലിവിസ്റ്റ അത് നമുക്കൊരു ഗിഫ്റ്റ് ഹാമ്പറായിട്ട് നമുക്ക് അതിനെ ഒരു ഗിഫ്റ്റായിട്ട് സ്നേഹപൂർവ്വമായിട്ട് തന്നുകൊണ്ടില്ലത്. താങ്ക് യു ബ്രോ. താങ്ക് യു. അപ്പോൾ അലിയന് ഇന്നലെ കൊടക് വന്നിന്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് നമ്മളൊരു കാര്യം നിങ്ങൾക്ക് വിവരമായിട്ട് പറഞ്ഞു തരാം. എന്താ പറഞ്ഞെങ്കിൽ ഞാനിപ്പോൾ ഓൺലൈൻ ഒരു കച്ചവടമാക്കിക്കൊണ്ടുണ്ട്. ഓൺലൈനിൽ സ്പൈസസ് അത് ഇതെല്ലാം കൊടുക്കല്. ആ സ്പൈസസിൻ്റെ കോൾ നമുക്ക് വരുന്നതിൽ ഒരു 25% ആൾക്കാർ കൊടകിൽ സ്ഥലം ഉണ്ടാന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഈ കൊടകിൽ ആർക്കെങ്കിലും സ്ഥലം ആവശ്യപ്പെട്ട അങ്ങനത്തെ ഒരു കില്ലതാണ് ഇത്. അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. ഇത് SLN പ്രോപ്പർട്ടി. SLN പ്രോപ്പർട്ടി പറഞ്ഞാൽ ഇത് ബൈൽക്കുപ്പ വരുന്ന അങ്ങനത്തെ ഒരു സ്ഥലത്തിലുണ്ട്. ബൈൽക്കുപ്പ പറഞ്ഞെങ്കിൽ നമ്മളുടെ ഈ ഗോൾഡൻ ടെമ്പിൾ എല്ലാം ഉള്ളത് സെയിം ഇതേ വില്ലേജിൽ തന്നെ. അപ്പോൾ ഇത് SLN ഗ്രൂപ്പിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഇത് അത്ര പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും. ഇവിടെ ഈ പ്രോപ്പർട്ടിയിൽ 40 ഫീറ്റിൻ്റെ റോഡും പിന്നെ നമ്മളുടെ സൈറ്റിക്ക് വരാനുള്ള റോഡ് 30 ഫീറ്റും
പിന്നെ ഇലക്ട്രിസിറ്റി, സ്വന്തമായിട്ടുള്ള ഇലക്ട്രിസിറ്റി ട്രാൻസ്ഫോർമർ, പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക്, ജിമ്മ്, പിന്നെ വാട്ടർ ടാങ്ക്, എല്ലാ സ്പെഷ്യലിറ്റിയും ഉണ്ട്. പിന്നെ പ്ലസ് 24 hours സെക്യൂരിറ്റി സർവീസും ഉണ്ട്. പിന്നെ ഇത് നമ്മൾ എന്തിനും ഇപ്പോൾ കാട്ടിക്കൊടുത്ത് പറഞ്ഞ് ഇത് നമ്മളുടെ ഫ്രണ്ട്, ഈ ഫ്രണ്ട് തന്നെ ഇപ്പോൾ SLN പ്രോപ്പർട്ടീനെ മെയിൻറ്റെയിൻ ആക്കിക്കൊണ്ടുള്ളത്. അപ്പോൾ ചില കാര്യങ്ങൾ ഇവരും പറഞ്ഞോളൂ. ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ മാത്രമല്ല പ്രോപ്പർട്ടി ഉള്ളത്, പെരിയപട്ടണം ഉണ്ട്, 7th ഹോസ്കോട്ട ഉണ്ട്, ബിട്ടങ്കൽ വിരാജ്പേട്ട സൈഡ് ഉണ്ട്, പിന്നെ മൈസൂർ, ഉൺസൂർ. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നോക്കാം. പക്ഷേ നമ്മുടെ ക്വാളിറ്റിയൊക്കെ 100% ഗ്യാരൻറ്റീഡ് ആയിരിക്കും. നിങ്ങൾക്ക് STP ഫെസിലിറ്റീസ് ഉണ്ട്. ബ്രോ പറഞ്ഞില്ല, പക്ഷേ ഞങ്ങൾ STP ഫെസിലിറ്റീസ് ഇവർക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നോക്കി നോക്ക്, വന്ന് സൈറ്റ് വിസിറ്റ് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമുക്കൊന്ന് ഇതാക്കി തരാം. ഇത് വന്നിട്ട് ബൈൽകുപ്പ എന്ന് പറയും. കൊടകിനും മൈസൂർ ബോർഡറായിട്ട് വരും. ഗോൾഡൻ ടെമ്പിൾ, പിന്നെ നിങ്ങൾക്ക് അടുത്തായിട്ട് നളന്ദ സ്കൂളുണ്ട്, ഭാരത് മാത സ്കൂളും ഉണ്ട്. സ്കൂൾ ഫെസിലിറ്റീസ് ആണെങ്കിൽ റോഡിൽ നിന്ന് ഒരു 300 മീറ്റേഴ്സേ ഉള്ളൂ ബ്രോ ഈ സ്ഥലത്തോട്ട്. പിന്നെ ഇത് SLN പ്രോപ്പർട്ടി മെയിൻ പറഞ്ഞെങ്കിൽ വിശ്വാസം. എന്താ പറഞ്ഞാൽ SLN-കാരൻ്റെ കുറേ പ്രോജക്റ്റ് ഉണ്ട്. അതിൽ ഒന്ന് തന്നെ ഇത് പ്രോപ്പർട്ടീസ്. കൊടകിൽ SLN പറഞ്ഞെങ്കിൽ വലിയ കാര്യം. അവരുടെ റിസോർട്ട്, പിന്നെ ഇങ്ങനത്തെ സൈറ്റ്, പിന്നെ വലിയ വലിയ മാള്, കുറേ കണ്ടമാന സാധനമുണ്ട്, പെട്രോൾ ബങ്ക്, കെഫെ. ഈ സൈറ്റ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളുടെ അലിയൻ്റെ ഈ ചാനലിൽ നമ്പർ കാര്യങ്ങൾ കൊടുക്കും. അതിലേക്ക് നിങ്ങൾ ഫോൺ ആക്കിയെങ്കിൽ അവർ ക്ലിയറായിട്ട് നിങ്ങൾക്ക് വിവരവും പറയുമോ. പിന്നെ ചില പൈസക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിമുട്ടായി പറഞ്ഞാൽ അയക്കും അവർ സഹായിക്കാൻ റെഡി ഉണ്ട്. അതിൻ്റെ വിവരങ്ങളെല്ലാം അറിയാനോ പറഞ്ഞെങ്കിൽ അവർ കൊടുത്ത നമ്പറിൽ ഫോണാക്കി അവർ തന്നെ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെ ചെറിയൊരു കേക്ക് മുറിച്ച് നമ്മൾ സന്തോഷമെല്ലാം പങ്കുവെച്ചു. അപ്പോൾ പുതിയ വിശേഷമായിട്ട് നമ്മൾ നാളെ വരാം. അതുവരെ എല്ലാവർക്കും ബായ്. കുറച്ച് അലക്കാനും കുറച്ച് പണികൾ എന്തെല്ലാം കൊണ്ടുപോയി. അപ്പോൾ ഞാൻ പോട്ടെ.